ഒരക്ഷരം മിണ്ടരുത് CP ജോൺ. ഒരക്ഷരം മിണ്ടാനുള്ള അവകാശമോ അത് ഞങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 2.5 കോടി രൂപ പ്രതിദിനം പ്രിയദർശിനി യാത്ര ഈ നാടിന് അനുവദിച്ചപ്പോ ഞങ്ങൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും വലിയ വികാര തള്ളിച്ചയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾ പ്രിയദർശിനി യാത്ര സൗജന്യമായി ഇവിടെ നൽകണം എന്നുള്ളത്? 100% ആളുകളിലേക്കും സ്ത്രീകളിലേക്കും അത് എത്തിക്കുമെന്ന 100% പൊട്ടത്തരമായ പൊള്ള വാഗ്ദാനം നിങ്ങളുടെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീടുകൾ തോറും കയറി ഒരു വാർഡ് മെമ്പർ പറയുന്നത് പോലെ പറഞ്ഞു നടന്നിട്ട് അധികാരത്തിലെത്തിയപ്പോൾ ഒരു മാനദണ്ഡവുമില്ലാതെ സിറ്റി ഫാസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഓർഡിനറി ബസ്സുകളെ മാറ്റി അവശേഷിക്കുന്ന ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പ്രിയദർശിനി യാത്രയെ ചുരുക്കി അതിൽ കയറുന്ന സ്ത്രീകൾ വീർപ്പ് മുട്ടി യാത്ര ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്കിറങ്ങി നടന്ന് പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ 10 പേരിൽ 5 പേരിൽ കൂടുതലെങ്കിലും പറയും യാത്രയൊക്കെ സൗജന്യമാണ്, ശ്വാസം മുട്ടി മരിക്കാതെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്കിടയിൽ അത്തരം സ്ത്രീകളെ. എന്നിട്ട് വലിയ എന്തോ ചെയ്തു തീർത്തതുപോലെ വന്നിട്ട് പറയാണ് 2.5 കോടി രൂപ നഷ്ടത്തിൽ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന്. ഓരോ മാസം കഴിയുമ്പോൾ ഈ നഷ്ടക്കണക്ക് പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ KSRTCയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അതൊരു തടസ്സമായി നാളെ ഒരു വലിയ ബദൽ അവതരിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഈ നാട്ടിലെ പ്രതിപക്ഷവും സാധാരണക്കാരും അത് കേട്ട് വെറുതെ ഇരിക്കുമെന്ന് CP ജോണും മുഖ്യമന്ത്രിയും ഒരു കാരണവശാലും വിചാരിച്ചു പോകരുതെന്ന് മാത്രമേ വോക്സിന് പറയാനുള്ളൂ. 100% ഉറപ്പിച്ചു പറയാം, നിങ്ങൾ പറഞ്ഞത് നൽകാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാത്രമേ ഈ യാത്രയെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ 100% ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള ബാധ്യതയും ധാർമ്മികമായ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ ഈ നാടിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരൊറ്റ സിറ്റി ഫാസ്റ്റ് എങ്കിലും നിങ്ങൾ മാറ്റിയതായി പ്രൂഫ് തന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന്. വെള്ളറട എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശത്ത് 10 ബസ്സുകൾ ഉള്ളതിൽ 8ഉം സിറ്റി ഫാസ്റ്റ് ബോർഡിലേക്ക് മാറിയത് തെളിവ് സഹിതം ഈ നാടിലേക്ക് വാർത്തയായി കൊണ്ടുവന്നത് മുഖ്യധാര സോഷ്യൽ മീഡിയ മാധ്യമമാണ്. അതിന് താഴെ വരുന്ന കമന്റുകളുടെ ഡെപ്ത് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര ബസ്സുകൾ ഓർഡിനറി കാറ്റഗറിയിൽ നിന്ന് ഇരട്ടി വെളുത്തപ്പോൾ സിറ്റി ഫാസ്റ്റിലേക്ക് പോയി എന്നുള്ളത്. തമ്പാനൂര് ബസ് സ്റ്റാൻഡിലും ഓരോ ജില്ല കേന്ദ്രീകരിച്ചുള്ള മുഖ്യ KSRTC ഡിപ്പോകളിലും നടന്നത് ഇത് തന്നെയാണ് എന്ന് ശരിവെക്കുന്ന എത്ര വാർത്തകൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഒരു ജനസമൂഹം മുഴുവൻ സ്വകാര്യ ബസ് മേഖലയിൽ കിടന്ന് പൊറുതിമുട്ടുകയാണ്. അവർ മുഴുവനും പറയുന്നത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവുന്നില്ല, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ്, ഞങ്ങളെ ഒന്ന് കേൾക്കണം, ഞങ്ങൾ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഒന്ന് കേൾക്കാനോ ഒന്നിരിക്കാം കുറച്ചു നാൾ കഴിഞ്ഞെന്ന് പറയാൻ പോലുമുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കാത്ത ഗതാഗത മന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നാട് ഭരിക്കുന്ന ഈ നാട്ടിൽ വന്നിട്ട് 2.5 കോടി നഷ്ടത്തിൽ തള്ളുന്നതിന്റെ ആ വലിയ വികാരത്തിൽ ഊന്നിയ പ്രസംഗം ഇങ്ങോട്ട് വേണ്ട CP ജോണെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.